ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു ചേനത്തീയലാണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചേനത്തീയൽ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചേന ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് നല്ല വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചേനയാണ്. നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പറിച്ചിട്ട് ഉള്ള ചേനയാണ്. അപ്പോൾ നല്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേനയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചേന വെച്ചിട്ട് നമുക്ക് പലതരം കറികളും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതൊരു തീയലാണ് ഇന്ന് ഞാൻ റെഡിയാക്കി എടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചേന ചെറുതായി കട്ട് ചെയ്തിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ചേനയാണ്. കുക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ജോലി ഒന്ന് എളുപ്പമാവട്ടെ എന്ന് കരുതി ഞാൻ കുക്കറിൽ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി നമ്മൾ കുതിരാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇനി കുക്കറിലുള്ള ചേന വേവുമ്പോഴത്തേനും നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഒരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നാളികേരം എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചട്ടി ചൂടായി നാളികേരം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 5-6 ചുള ചുവന്നുള്ളിയും ഒരല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. സാധാരണ ചിലപ്പോൾ നമ്മൾ നാളികേരം വറുക്കണ സമയത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെജിറ്റബിൾ കറിയിലേക്ക് ആയതുകൊണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ നാളികേരമൊക്കെ വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ സ്പൂൺ കൊണ്ടായതുകൊണ്ടാണ് 2 തവണ ചേർത്തിട്ടുള്ളത്. അളവാണ് ഞാൻ പറഞ്ഞ 1 ടീസ്പൂൺ കേട്ടോ. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ പാത്രത്തിൻ്റെ ചൂടും അതുപോലെ നമ്മുടെ നാളികേരത്തിനുള്ള ചൂടും കൂടെ മതിയാവും ഈ പൊടികൾ മൂത്ത് കിട്ടാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടാണെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിയും. പിന്നെ നമ്മുടെ കറിക്ക് ഒരു കരിഞ്ഞ ചോയ എടുക്കും. കറക്റ്റ് ഒരു ടേസ്റ്റ് അല്ല നമുക്ക് കറിക്ക് ഉണ്ടാവുക. അപ്പോൾ ആ പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും ആ ചട്ടിയുടെ ചൂട് മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിനി കറി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനിയൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി, അതായത് ഒരു 10 മണി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ചിലവർക്ക് ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പോൾ അത്രയും ഒരു ഉലുവയും പിന്നെ ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലോണം ചെറുതായിട്ടല്ല, ജസ്റ്റ് ഒന്ന് നടു കീറിയിട്ടുള്ളത് 10 ചുവന്നുള്ളിയും 2-3 വറ്റൽമുളകും ഒരല്പം വേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടെ നമ്മൾ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് 2 പച്ചമുളകും കൂടി ഇതിലേക്ക് കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവും. നമ്മുടെ ഉള്ളി ഒരുപാട് വഴറ്റി ഫ്രൈ ആയി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്തായാലും വാടി കിട്ടുക എന്ന് പറയില്ലേ, അങ്ങനെ ആയാൽ മതി. നമ്മുടെ കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരണ ആ ഒരു ടൈം മാത്രം തന്നെ ഉള്ളിക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് മുന്നായിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി നമ്മൾ നാളികേരം വറുക്കണ സമയത്ത് വറുക്കുമ്പോൾ ഇട്ട് കൊടുത്തിരുന്നില്ല. നമ്മൾ ചേന വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പുളി ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പുളി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചേന ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ചേനയിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ കറിക്ക് കറി ഒന്ന് എന്താ പറയുക ലെങ്തി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ഓൾറെഡി വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ആ ചേന വേവിച്ച വെള്ളത്തോട് കൂടെ തന്നെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
നമ്മൾ ചേന വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് ഉപ്പും കൂടെ നോക്കാം. അപ്പോൾ തന്നെ നമ്മൾ ചേനയും ആ പുളിയെല്ലാം കൂടെ ഒന്ന് തിള വരണ സമയമാകുമ്പോൾ നമുക്കതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് എന്തോരം കറിക്ക് ലൂസ് വേണം എന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് ഈ അരപ്പിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇപ്പോൾ ഏതായാലും ഇനി മിക്സി ചുവട്ടി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം തിക്കുമല്ല അധികം ലൂസുമല്ല, ആ രീതിക്കാണ് ഞാനിപ്പോൾ ഈ കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ നാളികേരം കൂടെ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. നല്ലോണം ഒന്ന് തിളച്ചെടുക്കുകയാണ് നമ്മൾ വേണ്ടത്. അങ്ങനെ നമ്മുടെ കറിയുടെ പരിപാടി അവിടെ കഴിയും. നന്നായിട്ടൊന്ന് തിളയ്ക്കുക, അത്ര വേണ്ട ഇനി നമ്മൾ കറിക്ക്. അപ്പോൾ ഇനി നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അരപ്പൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പും കൂടെ ബാലൻസിങ് ചെയ്യാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നന്നായി തിളച്ചപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് ആ ചട്ടിയുടെ ചൂടിൽ കുറച്ച് നേരം കൂടെ അങ്ങനെ ഇരുന്നിട്ട് തിളച്ചോളും. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ചേനത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഇനിയും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു.